കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ കിനാക്കൂടുമായി മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ ആദയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ്റെ അമൃതം കാരുണ്യമേ ആത്മാവിൻ ഭോജനമേ എൻ്റെ ഉള്ളിൽ സദാ ജീവിക്കും ചൈതന്യമേ എൻ്റെ ദുഃഖങ്ങളിൽ സാന്ത്വനമായി വന്നു നീ എൻ്റെ ശൂന്യതയിൽ സ്നേഹനിറവായി നീ ദിവ്യകാരുണ്യമേ ആത്മാവിൻ ഭോജനമേ എൻ്റെ ഉള്ളിൽ സദാ ജീവിക്കും ചൈതന്യമേ എൻ്റെ ദുഃഖങ്ങളിൽ സാന്ത്വനമായി വന്നു നീ എൻ്റെ ശൂന്യതയിൽ സ്നേഹനിറവായി നീ പിടയുമ്പോൾ വേനൽ മഴയായി നീ വന്നു ഭാരം ചുമന്നു ഞാൻ പാടെ തകരുമ്പോൾ താങ്ങായി തണലായി നീ വന്നു മുറിവേറ്റ കിളിയായി ഞാൻ അഭയം തിരയുമ്പോൾ നീ എൻ്റെ കൂടായെന്നീശോ മുറിവേറ്റ കിളിയായി ഞാൻ അഭയം തിരയുമ്പോൾ നീ എൻ്റെ കൂടായെന്നീശോ ദിവ്യകാരുണ്യമേ ആത്മാവിൻ ഭോജനമേ എൻ്റെ ഉള്ളിൽ സദാ ജീവിക്കും ചൈതന്യമേ എൻ്റെ ദുഃഖങ്ങളിൽ സാന്ത്വനമായി
സ്നേഹമെന്നെ തഴുകി തഴുകി നെഞ്ചിലെ നോവെല്ലാം മാറ്റി വെൺമേഘമായി ഞാനും ഭാരങ്ങളില്ലാതെ നിൻ ശാന്തിയേറ്റുയർന്നു പിരിയില്ല നാം തമ്മിൽ ഒരു നാളും ഈശോയെ നീ എൻ്റെ ജീവനാണീശോ പിരിയില്ല നാം തമ്മിൽ ഒരു നാളും ഈശോയെ നീ എൻ്റെ ജീവനാണീശോ ദിവ്യകാരുണ്യമേ ആത്മാവിൻ ഭോജനമേ എൻ്റെ ഉള്ളിൽ സദാ ജീവിക്കും ചൈതന്യമേ എൻ്റെ ദുഃഖങ്ങളിൽ സാന്ത്വനമായി വന്നു നീ എൻ്റെ ശൂന്യതയിൽ സ്നേഹനിറവായി നീ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവവേലയുടെ മഹത്വത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് ഒത്തിരിയേറെ വേലകൾ മനുഷ്യൻ ചെയ്യുന്നുണ്ട്. ഒരിക്കലൊരു ധ്യാന സമയത്ത് ഞാൻ ആ ഗ്രൂപ്പിനോട് ഇങ്ങനെ ചോദിക്കുകയുണ്ടായി, ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജോലി ഏതാണ്? പ്രിയമുള്ളവരെ, അവരിൽ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഡോക്ടർമാരാണ്, നേഴ്സുമാരാണ്, എൻജിനീയർമാർ, അല്ലെങ്കിൽ മറ്റ് അങ്ങനെ പലതരത്തിലുള്ള ഉന്നത ജോലിയെക്കുറിച്ച് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ വേല എന്ന് അവർ സംസാരിക്കുകയുണ്ടായി. പ്രിയമുള്ള, ഒരു വ്യക്തി പോലും ഒരു വൈദികനോ അല്ലെങ്കിൽ ഒരു സിസ്റ്ററോ അല്ലെങ്കിൽ ഒരു നല്ല സുവിശേഷ പ്രഘോഷകനോ ആകുന്നതാണ് ഒരു നല്ല ദൈവ വേല എന്ന് പറയുന്നത് കേൾക്കാൻ സാധിച്ചില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ മനുഷ്യൻ ചെയ്യുന്ന ഏത് ജോലിയേക്കാളും ഏറ്റവും മഹത്തായ ജോലിയാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. കാരണം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1 തുടങ്ങിയുള്ള വാക്യത്തിൽ ഈശോ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുക: നിങ്ങൾ ശിരസ് ഉയർത്തി നോക്കണം. നിങ്ങൾ നിങ്ങളുടെ ശിരസ് ഉയർത്തി നോക്കുമ്പോൾ ഇതാ വിളവ് അധികമായിട്ട് കിടക്കുകയാണ്. വിളവ് അധികമുണ്ട്, എന്നാൽ വേലക്കാർ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് വിളവിൻ്റെ നാഥനോട് വേലക്കാരെ അയക്കുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഈശോ ആവശ്യപ്പെടുകയാണ്. അപ്പം നാം തന്നെ സുവിശേഷ വേല ചെയ്താൽ പോരാ, പിന്നെയോ നാം അനേകരെ സുവിശേഷ വേലയിലേക്ക് വേണ്ടി ഇറക്കുവാൻ, ദൈവത്തിൻ്റെ വയലിൽ വേല ചെയ്യുവാൻ അനേകരെ കൂട്ടിച്ചേർക്കണമെന്ന് ഈ ദൈവവചനം നമ്മെ ആഹ്വാനം ചെയ്യുക, ഈശോ നമ്മളെ വിളിക്കുകയാണ്. പക്ഷെ ഇന്ന് എത്ര പേരുണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഈ വിളി സ്വീകരിച്ച് ദൈവത്തിൻ്റെ വയലിലേക്ക് ഇറങ്ങി ദൈവത്തിൻ്റെ വയലിൽ ശുശ്രൂഷ ചെയ്യുവാൻ എത്ര പേര് ഇന്ന് തയ്യാറാവുന്നുണ്ട്? ഇന്ന് ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ലോകത്തിൽ 4 അക്ക 8 അക്ക ശമ്പളം വാങ്ങുന്നതിന് വേണ്ടി ഞാനും നീയും മക്കളെ പഠിപ്പിക്കുകയും മക്കളെ വളർത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാനും എത്ര കൈക്കൂലി കൊടുക്കാനും എത്ര രാഷ്ട്രീയ നേതാക്കന്മാരെ സ്വാധീനിക്കാനും ഒക്കെ ഞാനും നീയും പാടുപെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവവേലയ്ക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദൈവവേലയ്ക്ക് ഒരു ഡിഗ്രി വേണമെന്ന് നിർബന്ധമില്ല. ദൈവവേലയ്ക്ക് വിദ്യാഭ്യാസ യോഗ്യത ഒരു മാനദണ്ഡമല്ല. ഇതെല്ലാം ഉള്ളത് നല്ലതാണ്, പക്ഷേ ഇതൊന്നും സുവിശേഷ വേലയുടെ അടിസ്ഥാന യോഗ്യതയല്ല. പിന്നെ സുവിശേഷ വേലയുടെ അടിസ്ഥാന യോഗ്യത എന്താണ്? അത് യേശുവിന് വേണ്ടി യേശുവിൻ്റെ വയലിൽ വേല ചെയ്യാനുള്ള ഒരു നല്ല മനസ്സാണ്. പ്രിയമുള്ളവരെ, അപ്പോൾ അതുകൊണ്ട് നാം എല്ലാവരും ദൈവത്തിൻ്റെ വയലിൽ വേല ചെയ്യണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, യേശു നമ്മളെ വിളിക്കുകയാണ്. മക്കളെ, നിങ്ങളൊന്ന് ശിരസ്സുയർത്തി നോക്കുമ്പോൾ പഴുത്ത് പാകമായ അനേക വിത്തുകൾ ഇന്ന് ആരും കൃത്യസമയത്ത് കൊയ്തെടുക്കാനില്ലാതെ പാഴായി പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ അയൽപക്കങ്ങളിലേക്ക്, നമ്മുടെ ഇടവകയിലേക്ക്, നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ നോക്കിയാൽ യഥാസമയത്ത് ഒരു സ്വാന്തനം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട്, യഥാസമയത്തൊന്ന് ഇടപെടാൻ പറ്റാത്തതുകൊണ്ട് എത്രയോ കുടുംബങ്ങളാണ് ശിഥിലമായി പോയത്. നിൻ്റെ അയൽപക്കങ്ങളിൽ, നിൻ്റെ ഇടവകകളിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി ഒരു ഡൈവേഴ്സിൻ്റെ വക്കിൽ എത്തി നിൽക്കുമ്പോൾ നീ കൃത്യസമയത്ത് ഒരു ദൈവ പൈതലായി അവിടെ കടന്നു ചെന്ന ആ പ്രശ്നത്തിലൊന്ന് ഇടപെട്ടിരുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, എത്രയോ കുടുംബങ്ങൾ ഇന്ന് നാശത്തിൻ്റെ വക്കിൽ നിന്ന് രക്ഷയിലേക്ക് വരുമായിരുന്നു. എത്രയോ രോഗികൾ എനിക്കും നിനക്കും ചുറ്റിനും തളർന്ന് നിരാശപ്പെട്ട് എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ട് കിടക്കുമ്പോൾ, പ്രിയ ദൈവവേലക്കാര, ആ ഭവനത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നിട്ട് ആ രോഗിയുടെ അടുത്തൊന്ന് കടന്നു ചെന്ന് അവരെ ഒന്ന് സാന്ത്വനിപ്പിക്കുവാൻ, അവർക്കൊരു ആശ്വാസം പകർന്നു കൊടുക്കുവാൻ, അവരോട് കൂടെ അല്പസമയം ഒന്ന് ചെലവഴിക്കുവാനൊക്കെ സാധിച്ചെങ്കിൽ എത്രയോ വിളവുകൾ നമുക്കിന്ന് ശേഖരിക്കാമായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശു പറയുകയാണ്, നമ്മുടെ ശിരസ് ഒന്ന് ഉയർത്തണം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പലപ്പോഴും ശിരസ് ഉയർത്താതെ നടക്കുന്നവരാണ്. കാരണം എന്താണ്? ശിരസ്സൊന്ന് ഉയർത്തിപ്പോയാൽ, അയൽവക്കത്തേക്കൊന്ന് നോക്കിപ്പോയാൽ, ഇടവകയിലേക്കൊന്ന് നോക്കിപ്പോയാൽ, കൂട്ടായ്മയിലേക്കൊന്ന് നോക്കിപ്പോയാൽ ഞാൻ അതിനകത്ത് ഒരുപക്ഷെ ഇടപെട്ടു പോകേണ്ടി വരുമോ? അല്ലെങ്കിൽ ഞാൻ ആ വ്യക്തിയെ ഒന്ന് സഹായിക്കേണ്ടതായിട്ട് വരുമോ? എൻ്റെ പോക്കറ്റിൽ നിന്നൊരു 10 രൂപ ആ മനുഷ്യന് വേണ്ടി ചിലവാക്കേണ്ടി വരുമോ? ഇതൊക്കെ ഇന്ന് ശിരസ്സുയർത്താൻ പറ്റാത്ത രീതിയിൽ നമ്മളെ പുറകോട്ട് വലിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പഴുത്ത് പാകമായ ഒത്തിരി വിളവുകൾ ഇന്ന് അനാഥമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ പ്രേരണ ലഭിച്ച ഒരു മദർ തെരേസ, അവർ പ്രിയമുള്ളവരെ ലോകത്തിലേക്ക് ഇറങ്ങിയില്ലായിരുന്നുവെങ്കിൽ എത്രയോ ജീവിതങ്ങളെ കുഷ്ഠം പിടിച്ച് നരകിച്ച് നാശമായി തീർന്നേനെ. അപ്പോൾ മദർ തെരേസയുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവവേലയ്ക്ക് അവളെ പ്രചോദിപ്പിച്ചപ്പോൾ, ദൈവത്തിൻ്റെ വേലയോട് അവൾ സഹകരിച്ചതുകൊണ്ട് എത്രയോ ആത്മാക്കളെ ആ ശുശ്രൂഷയിലൂടെ ആ പുണ്യവതിക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു. ഇതൊരു മദർ തെരേസയ്ക്ക് മാത്രമായി ദൈവം കൊടുത്തിരിക്കുന്ന കാര്യമല്ല പ്രിയമുള്ളവരെ. എൻ്റെയും നിൻ്റെയും എല്ലാം ജീവിതത്തിൽ ദൈവം ഇതുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ലോകത്ത് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വേല എന്ന് പറയുന്നത് അത് സുവിശേഷ വേലയാണ്. ഞാൻ ഒരു ഡോക്ടറാണ്, ഞാനൊരു എഞ്ചിനീയറാണ്, ഞാനൊരു സ്കൂൾ അധ്യാപികയാണ്. പിന്നെ എനിക്കെങ്ങനെ സുവിശേഷ വേല ചെയ്യാൻ സാധിക്കുമെന്ന് ഒരുപക്ഷെ ഞാനും നിങ്ങളും ചിന്തിച്ചേക്കാം. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. അത് ഈ ഷാലോം TV-യിൽ തന്നെ ഒരു ഡോക്ടറുടെ ശുശ്രൂഷയെക്കുറിച്ച് ഒരിക്കൽ കാണുവാനായിട്ട് ഇടയായി. മിച്ചം വരുന്ന സമയങ്ങൾ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളൊക്കെ അദ്ദേഹം തനിക്ക് ദാനമായി കിട്ടുന്ന മരുന്നുകളും, പ്രിയമുള്ളവരെ, ദൂരദേശത്തേക്കുള്ള ആദിവാസി കുടിലുകളിലേക്ക് കടന്നു ചെന്നിട്ട് ആ കുടിലുകളിൽ വേദനിച്ച് കഴിയുന്നവരായിട്ടുള്ള രോഗികളെ അദ്ദേഹം ശുശ്രൂഷിക്കുന്ന ഒരു മനോഹരമായ സംഭവം അത് ആ ഷാലോം TV-യിലൂടെ കാണുവാനിടയായി. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സംഭവമുണ്ട് പ്രിയമുള്ളവരെ. ഒരു ഡോക്ടറാണ്, പക്ഷേ ആ ഡോക്ടറായി ഇരുന്നു കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വേല ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുക. മറ്റൊരു സംഭവം കൂടി ഞാൻ ഓർക്കുകയാണ്. ഒരിക്കൽ ഒരു ജീസസ് യൂത്തിലുള്ള ഒരു നേഴ്സ് പെൺകുട്ടി അവൾ പങ്കുവെച്ച ഒരു കാര്യമാണ്. അവളുടെ ഹോസ്പിറ്റലിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടി ചെല്ലുകയാണ്. അന്ന് അവൾക്ക് ICU-വിലാണ് ഡ്യൂട്ടി നോക്കേണ്ടത്. ആ ICU-വിൻ്റെ വാതിക്കൽ വരാന്തയിൽ ഒരു 25 വയസ്സുള്ള ഒരു യുവതി കരഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. പ്രിയമുള്ളവരെ, ആ യുവതി ഈ നേഴ്സിനോട് ചോദിക്കുക, കുഞ്ഞെ, എൻ്റെ ഭർത്താവ്, എൻ്റെ ചേട്ടൻ രക്ഷ പ്രാപിക്കുമെന്ന്. പ്രിയമുള്ളവരെ, ആ ICU-വിൻ്റെ ഉള്ളിൽ ഒരു 10-30 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഏത് നിമിഷവും മരിക്കാൻ പാകത്തിന് മാരകമായ രോഗം പിടിപെട്ട് കിടക്കുകയാണ്. ഈ മനുഷ്യൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വൈദ്യശാസ്ത്രം എഴുതി തള്ളിയിരിക്കുക. എങ്കിലും പ്രിയമുള്ളവരെ, ഓക്സിജനൊക്കെ കൊടുത്ത് ഈ മനുഷ്യൻ്റെ ജീവനെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കുക. ഈ സമയത്താണ് ഈ യുവതി വളരെ പ്രത്യാശയോടെ ഈ കുഞ്ഞിനോട് ചോദിക്കുന്നത്, എൻ്റെ ചേട്ടൻ രക്ഷപ്രാപിക്കുമല്ലോ എന്ന്.
പ്രിയമുള്ളവർ, ഇത് ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ വലിയ വേദന ഉളവാക്കി. അവൾ കുഞ്ഞിലെ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട്, അവളൊരു ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുന്ന കുഞ്ഞായതുകൊണ്ട്, അന്ന് അവൾ ICUവിൽ പ്രവേശിച്ചപ്പോൾ തുടങ്ങി ഈ മനുഷ്യന് വേണ്ടി അവൾ കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ രാത്രി മുഴുവൻ പ്രിയമുള്ളവരെ ഈ കുഞ്ഞ് ഈ സ്ത്രീയുടെ വേദനയോർത്ത് ഈ ഭർത്താവിനെ സുഖപ്പെടുത്തണമേ എന്ന് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, പിറ്റേന്ന് നേരം വെളുത്ത് ഡോക്ടർ പരിശോധനയ്ക്കായിട്ട് വന്നു. പ്രിയമുള്ളവരെ, ഈ രോഗിയിൽ വ്യത്യാസങ്ങൾ കണ്ടു. അന്ന് ഡോക്ടർ ആ രോഗിയെ പരിശോധിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, രോഗിയെ എത്രയും പെട്ടെന്ന് വാർഡിലേക്ക് മാറ്റിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നോക്കുക, ഒരു നേഴ്സിന് ദൈവവേല ചെയ്യാൻ പറ്റും. അവളുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ തകർന്നു പോകുന്ന ഒരു ജീവിതത്തെ, അസ്തമിച്ചു പോകാമായിരുന്ന ഒരു ജീവിതത്തെ അവളുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഇതാ ദൈവം അത്ഭുതകരമായിട്ട് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയിലായിരുന്നാൽ പോലും പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നതിൽ യാതൊരു തടസ്സവുമില്ല. ഒന്നേ നമുക്ക് ആവശ്യമുള്ളൂ. എന്താണ്? ഒരു നല്ല മനസ്സ്. ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു നല്ല മനസ്സ് നമുക്കുണ്ടാകണം. ഒരുപക്ഷെ നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അവിടെ കഷ്ടങ്ങളും നഷ്ടങ്ങളും മാനഹാനികളും സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിലുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണല്ലോ ഈശോ നമ്മെ പഠിപ്പിച്ചത്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്നതുപോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് നിങ്ങൾ കടന്നു പോകേണ്ടതെന്ന് ഈശോ മുന്നറിയിപ്പ് തരിക. എന്താണ് പ്രിയമുള്ളവരെ ഈ ചെന്നായുടെ പ്രത്യേകത? ചെന്നായ്ക്കൊരു പ്രത്യേകതയുണ്ട്. മറ്റ് ഹിംസ്ര ജന്തുക്കളെ പോലെയല്ല. ഈ സംഭവം ഈശോ പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനത്തെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഈശോ ഇത് സംസാരിക്കുന്നത്. ഇസ്രായേൽ ജനം നമുക്കറിയാം, അവരെല്ലാം ആടിനെ മേച്ച് ജീവിച്ചിരുന്ന വ്യക്തികളാണ്. അവരുടെ ജീവിതമെല്ലാം ആടുമായി ചുറ്റിപ്പറ്റിയതാണ്. അതുകൊണ്ട് ഈശോ ഉപമയിലെല്ലാം ആടിനെ ഉപമിക്കുന്നുണ്ട്. ഈ ഉപമയിൽ ഈശോ പറയുകയാണ്, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്പരിയാട് എന്നതുപോലെയാണ് ഞാൻ നിങ്ങളെ അയക്കുന്നതെന്ന്. പ്രിയമുള്ളവരെ, ഒരു ഇടയനെ സംബന്ധിച്ച് ചെന്നായ എന്ന് പറയുന്നതാണ് അവൻ്റെ ഏറ്റവും വലിയ ശത്രു. കാരണം ഒരു സിംഹം ഒരാട്ടിൻകൂട്ടത്തിലേക്ക് വന്നാൽ അവൻ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കും. അങ്ങനെ പതുങ്ങിയിരുന്ന ആടുകൾ മേയുന്നത് കണ്ടുകൊണ്ട് അവൻ അങ്ങനെ പതുങ്ങിക്കിടക്കും. എന്നിട്ട് അവൻ അതിൽ ഏറ്റവും തടിച്ചു കൊടുത്ത ഒരാടിൻ്റെ മേൽ ചാടി വീണ് അതിനെ കടിച്ച് തൂക്കിക്കൊണ്ട് ഓടിപ്പോകും. ഇതുപോലെ തന്നെയാണ് പുലിയും കടുവയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ ചെന്ന എന്ന് പറയുന്ന ഈ ജന്തു പ്രിയമുള്ളവരെ, അവൻ ഈ സിംഹത്തെ പോലെയോ കടുവയെ പോലെയോ ഒന്നുമല്ല. പിന്നെ ചെന്നായുടെ പ്രത്യേകത എന്താണ്? ചെന്ന ആടുകൾ കൂട്ടമായിട്ട് നിൽക്കുന്ന ഇടയിലേക്ക് ഇവൻ ഓടിക്കയറുകയാണ്. ഈ ആട്ടിൻ കൂട്ടത്തിലേക്ക് ഇവൻ ശരം പോലെ ഓടിക്കയറിയിട്ട് പ്രിയമുള്ളവരെ, ആ ആട്ടിൻ കൂട്ടത്തിൽ കിടന്ന് അവൻ 2-3 റൗണ്ട് വലയം വയ്ക്കും. 2-3 റൗണ്ട് അവൻ കറങ്ങും. അങ്ങനെ കറങ്ങുന്ന സമയത്ത് ഈ ആടുകളെല്ലാം നാനാ വഴിക്ക് ചിതറി ഓടിപ്പോകും. പ്രിയമുള്ളവരെ, വലിയ 1000-ങ്ങളും 2000-ങ്ങളും 5000-ങ്ങളും ഒക്കെ ഉള്ള ആട്ടിൻ കൂട്ടങ്ങൾ ഇങ്ങനെ ചിതറി വനാന്തരത്തിലേക്ക് ഓടിപ്പോയാൽ അതിനെ ഒന്ന് തട്ടിക്കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളത് ഈ ഇടയനെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ ഇടയനെ സംബന്ധിച്ച് ചെന്ന എന്ന് പറയുന്നതാണ് അവൻ്റെ ആജീവനാന്ത ശത്രു. അതുകൊണ്ട് ഈശോ പറഞ്ഞപ്പോഴെല്ലാം ഈശോ പറയുകയാണ്, ഇതാ ചെന്നായ ഇതുപോലെ കൂട്ടത്തെ തകർക്കുന്ന, നിൻ്റെ ജീവിതത്തെ തകിടം മറിക്കുന്ന ആ ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് നീ സുവിശേഷ വേലയുമായിട്ട് ഇറങ്ങേണ്ടതെന്ന്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ സുവിശേഷ വേല അത്ര സുഖകരമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വേലക്കാരനെ സംബന്ധിച്ച് അവനെ താങ്ങുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം അവന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 16 തുടങ്ങിയുള്ള വാക്യം വായിക്കുമ്പോൾ വിശുദ്ധ പൗലോസ്ലീഹ അനുഭവിച്ചറിഞ്ഞ ദൈവത്തെയും അനുഭവിച്ചറിഞ്ഞ സുവിശേഷ വേലയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതി വയ്ക്കുകയാണ്. ഞാൻ
സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതമാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതമാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിലോ അതെനിക്ക് അഭിമാനത്തിന് വകയില്ല, മറിച്ച് അതെൻ്റെ കടമയാണ് എന്ന് അപ്പോസ്തലൻ സ്ഥാപിക്കുക. അതെൻ്റെ കടമയാണ് എന്നാണ് അപ്പോസ്തലൻ പറയുക. പ്രിയമുള്ളവരെ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്, സുവിശേഷം ജീവിക്കുക എന്നുള്ളത് എന്നെയും നിന്നെയും സംബന്ധിച്ച് അതിൻ്റെ കടമയാണ് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. വീണ്ടും അപ്പോസ്തലൻ പറയുകയാണ്, സുവിശേഷ പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരങ്ങളാണ്. നോക്കുക പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ഏതു ജോലി ചെയ്യുന്നവരുടെ പാദങ്ങൾ സുന്ദരമാണെന്ന് വിശുദ്ധ വചനം പറഞ്ഞു വെച്ചിട്ടില്ല. പക്ഷേ വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുകയാണ്, ഇതാ സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തിയുടെ അവൻ്റെ പാദങ്ങൾ സുന്ദരങ്ങളാണ്. അവൻ കടന്നു ചെല്ലുന്ന ഇടങ്ങൾ, അവൻ കടന്നു ചെല്ലുന്ന ഭവനങ്ങൾ അതിനാൽ തന്നെ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇത്രയേറെ സ്വർഗം മാനിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പ്രിയമുള്ളവരെ ദൈവവേല എന്ന് പറയുന്നത്. യോഹന്നാന് സുവിശേഷം 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഈശോ ഇങ്ങനെ പഠിപ്പിക്കുക, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണമെന്ന്. പ്രിയമുള്ളവരെ, സുവിശേഷ വേല ചെയ്യുന്നവൻ അവൻ്റെ ജീവിതത്തിലുള്ള ഒന്നും മാറ്റിവെച്ചിട്ടല്ല, ഒന്നും ഇല്ലായ്മ ചെയ്തിട്ടല്ല, മറിച്ച് എല്ലാ ബുദ്ധിമുട്ടുകളിലും എല്ലാ ക്ലേശങ്ങളോട് കൂടി തന്നെ ഈശോയെ അനുഗമിക്കുവാനായിട്ട് ഈശോ പറയുകയാണ്. അങ്ങനെ സുവിശേഷ വേലയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവനെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവവേല ചെയ്യുന്നവനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അങ്ങനെ സുവിശേഷ വേല ചെയ്യുന്നവൻ ഞാനായിരിക്കുന്നിടത്ത് അവനുമായിരിക്കുമെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുക. സുവിശേഷ വേല ചെയ്യുന്നവൻ ഈശോ ആയിരിക്കുന്നിടത്ത് ആയിരിക്കുമെന്ന്. പ്രിയമുള്ളവരെ, യേശു ഇപ്പോൾ എവിടെയാണ്? യേശു എവിടെയാണ് ഇരിക്കുന്നത്? അവൻ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക. അപ്പോൾ ഈ ഭൂമിയിൽ സുവിശേഷ വേല ചെയ്യുന്ന മനുഷ്യൻ തീർച്ചയായും യേശുവിൻ്റെ വലതുഭാഗത്ത് ഉണ്ടാകുമെന്ന് യേശു ഉറപ്പു തരികയാണ്. നോക്കുക, സുവിശേഷ വേല ചെയ്യുന്നവനെ, ദൈവ വയലിൽ വ്യാപരിക്കുന്നവനെ അവിടുത്തെ സ്വർഗത്തിലെ പിതാവ് അവനെ അംഗീകരിക്കും, പിതാവ് അവനെ മാനിക്കും, പിതാവ് അവനെ ബഹുമാനിക്കുമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. വളരെ നോക്കുക, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അംഗീകാരം കിട്ടുന്ന, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം കിട്ടുന്ന, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഇത്രയും വലിയൊരു വേല ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ഇല്ല എന്ന് ദൈവവചനം നമ്മെ അടിവരയിട്ട് പഠിപ്പിക്കുക. വീണ്ടും ഈശോ നമ്മോട് പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അതുകൊണ്ട് ദൈവവചനം പ്രസംഗിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ് പ്രിയമുള്ളവരെ. ഈശോ അത് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദര സഹോദരി, നമ്മുടെ ജീവിതം സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ സുവിശേഷ വേല ഏറ്റവും അനിവാര്യമായിരിക്കുന്ന സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തിന്മ അത്രയേറെ ഇന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനും നീയും അലസനായിരിക്കാൻ പാടില്ല എന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമുക്ക് വ്യാപരിക്കാം, നമുക്ക് സുവിശേഷ വേലയിലൂടെ സഭയെ പടുത്തുയർത്താം, സഹോദരങ്ങളെ പടുത്തുയർത്താം. കർത്താവായ യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ ദൈവം, കർത്താവിൻ്റെ ഇടയൻ, അവിടുത്തെ അജഗണം നാം, അവിടുത്തെ അജഗണം നാം. കർത്താവിൻ്റെ ദൈവം, കർത്താവിൻ്റെ ഇടയൻ, അവിടുത്തെ അജഗണം നാം, അവിടുത്തെ അജഗണം നാം. കർത്താവ് പരിശുദ്ധൻ, സിയോനിൽ വലിയവൻ, അവിടുത്തെ നാമം വാഴ്ത്തിടാം.
മഹത്വത്തിൻ രാജാവ് രാജാധിരാജനവൻ അവിടുത്തെ നാമം വാഴ്ത്തിടാം. കർത്താവ് പരിശുദ്ധൻ സിയോനിൽ വലിയവൻ അവിടുത്തെ നാമം വാഴ്ത്തിടാം. മഹത്വത്തിൻ രാജാവ് രാജാധിരാജനവൻ അവിടുത്തെ നാമം വാഴ്ത്തിടാം. കർത്താവിൻ്റെ ദൈവം കർത്താവിൻ്റെ ഇടയൻ അവിടുത്തെ അജഗണം നാം, അവിടുത്തെ അജഗണം നാം. കർത്താവ് കരുണാമയൻ അവനെൻ്റെ പരിപാലകൻ. കർത്താവ് കരുണാമയൻ അവനെൻ്റെ പരിപാലകൻ. വഴിയും സത്യവും ജീവനുമായവനേ അവിടുത്തെ നാമം വാഴ്ത്തിടാം. വഴിയും സത്യവും ജീവനുമായവനേ അവിടുത്തെ നാമം വാഴ്ത്തിടാം. കർത്താവ് പരിശുദ്ധൻ സിയോനിൽ വലിയവൻ അവിടുത്തെ നാമം വാഴ്ത്തിടാം. മഹത്വത്തിൻ രാജാവ് രാജാധിരാജനവൻ അവിടുത്തെ നാമം വാഴ്ത്തിടാം. കർത്താവ് പരിശുദ്ധൻ സിയോനിൽ വലിയവൻ അവിടുത്തെ നാമം വാഴ്ത്തിടാം. മഹത്വത്തിൻ രാജാവ് രാജാധിരാജനവൻ അവിടുത്തെ നാമം വാഴ്ത്തിടാം. കർത്താവൻ സ്നേഹനിധി പാപങ്ങൾ ക്ഷമിക്കുന്നവൻ. കർത്താവൻ സ്നേഹനിധി പാപങ്ങൾ ക്ഷമിക്കുന്നവൻ. ശക്തിയും ബലവും കോട്ടയുമായവനേ അവിടുത്തെ നാമം വാഴ്ത്തിടാം. ശക്തിയും ബലവും കോട്ടയുമായവനേ അവിടുത്തെ നാമം വാഴ്ത്തിടാം. കർത്താവിൻ്റെ ദൈവം കർത്താവിൻ്റെ ഇടയൻ അവിടുത്തെ അജഗണം നാം, അവിടുത്തെ അജഗണം നാം. കർത്താവ് പരിശുദ്ധൻ സിയോനിൽ വലിയവൻ അവിടുത്തെ നാമം വാഴ്ത്തിടാം. മഹത്വത്തിൻ രാജാവ് രാജാധിരാജനവൻ അവിടുത്തെ നാമം വാഴ്ത്തിടാം. കർത്താവ് പരിശുദ്ധൻ സിയോനിൽ വലിയവൻ അവിടുത്തെ നാമം വാഴ്ത്തിടാം. മഹത്വത്തിൻ രാജാവ് രാജാധിരാജനവൻ അവിടുത്തെ നാമം വാഴ്ത്തിടാം. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം